സുന്ദർബാൻ വനത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ചാന്ദ്പായി എന്ന റേഞ്ച്, അതിലെ മനോഹരമായ ഗ്രാമങ്ങൾ, അവിടുത്തെ ആളുകൾ, കൃഷിയും മരംവെട്ടും തേൻ ശേഖരണവും മത്സ്യബന്ധനവും കന്നുകാലി വളർത്തലുമെല്ലാമാണ് അവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം. എല്ലാ കഥയിലും പറയുന്നത് പോലെ തന്നെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് സുന്ദർബാൻ വനത്തിൽ അരങ്ങേറുന്നത്. നിരവധി ആളുകളെയാണ് നരഭോജിയായ കടുവകൾ കൊന്നു തിന്നുന്നത്. അത് എക്കാലവും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. അതിനെയെല്ലാം ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത് സുന്ദർബാൻ വനത്തോട് മനുഷ്യവാസ കേന്ദ്രങ്ങളെ തമ്മിൽ അതിരി തിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഫെൻസുകളാണ്. ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഫെൻസുകൾ തകർന്നു വീഴുകയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തകരാറുകൾ മൂലമോ നരഭോജിയായ കടുവകൾ മനുഷ്യർ വസിക്കുന്ന സെറ്റിൽമെൻറ്റിലേക്ക് കടന്നു വരാറുണ്ട്. അവിടുത്തെ അധികാരികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ പലരും പോകാൻ പാടില്ലാത്ത സുന്ദർബാൻ വനത്തിൻ്റെ റേഞ്ചുകളിലേക്ക് കടന്നു പോകാറുണ്ട്. അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി തേൻ ശേഖരണവും മരം മുറിയും മത്സ്യബന്ധനവുമെല്ലാം നടത്തുവാൻ വേണ്ടി, ഉപജീവന മാർഗത്തിനു വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി. എന്നാൽ ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് അവരെ കട്ട് അവിടേക്ക് പോകുന്ന ആളുകളിൽ പലരും ഒരുപക്ഷെ മടങ്ങി തങ്ങളുടെ കുടിലുകളിലേക്ക് മടങ്ങി വരാറില്ല. ഇതെല്ലാം അവിടുത്തെ ചരിത്രമാണ്. രക്തം കൊണ്ട് എഴുതിയ പല കഥകളും അവിടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മരണത്തിൻ്റെ ഗന്ധമുള്ള സുന്ദർബാൻ വനം, ഏതു നിമിഷവും എന്തും അവിടെ അരങ്ങേറിയേക്കാം. പൊതുവെ കടുവകൾ നീന്തുവാൻ ഇഷ്ടപ്പെടാത്തവരാണ്. എന്നാൽ സുന്ദർബാനിലെ കടുവകൾ നീന്തുവാൻ അഗ്രഗണ്യരാണ്. മറ്റ് സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ബംഗാൾ കടുവകളേക്കാൾ ഇവയ്ക്ക് വലിപ്പവും ഭാരവും താരതമ്യേന കുറവാണ്. എന്നാൽ ശക്തിയിൽ ഒട്ടും പിന്നിലല്ലതാനും. ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ പോരാട്ടങ്ങൾക്ക് മുന്നേയുള്ള കാലഘട്ടങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ കടുവകൾക്ക് യാതൊരു സംരക്ഷണയും ഉണ്ടായിരുന്നില്ല. വനത്തിലേക്ക് കയറി ആർക്കും കടുവകളെ നിസ്സാരമായി കൊന്നു തള്ളാമായിരുന്നു. അങ്ങനെ പല പോച്ചർ സംഘങ്ങളും അവിടെ അന്നുണ്ടായിരുന്നു. നിരവധി കടുവകളെ നിരന്തരം അവർ വേട്ടയാടിയിരുന്നു. തൊലികൾക്കും പല്ലുകൾക്കും വേണ്ടി വിദേശ വിപണി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവയത്രയും അവിടെ അരങ്ങേറിയത്. പിന്നെ പറയുവാനാണെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരുപാട് കഥകൾ പറയുവാനുണ്ട്. നരഭോജികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പല വേട്ടക്കാരും അവയെ കൊല്ലുവാൻ വേണ്ടി പോയ കഥകൾ. എന്നാൽ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്ന കഥ തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ്. ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ കഥയാണ്. ഹബീബ് എന്ന DFOയുടെ കഥ. സമയം ഏകദേശം വൈകുന്നേരമായി കാണും. ഫോറസ്റ്റ് അധികാരികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ നടന്ന് ഉള്ളിലേക്ക് നീങ്ങുകയാണ്. വീട്ടിലേക്ക് ആവശ്യമായ വിറകുകളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടിയാണ് അവൻ കണ്ടൽക്കാടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അവൻ്റെ ഒപ്പം അവൻ്റെ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ഏകദേശം 12 വയസ്സ് മാത്രമാണ് അവന് പ്രായം. ഇരുവരും കൂടി കണ്ടൽ മരങ്ങൾക്കിടയിലൂടെ നടന്നകന്നു. 18 വയസ്സുകാരനും 12 വയസ്സുകാരനും. അങ്ങനെ ചെളികൾ നിറഞ്ഞ പ്രദേശത്തു കൂടി അവർ നടന്ന് അകന്നു. 2-3 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം 2 കെട്ട് വിറകുകൾ അവർ വനത്തിൽ നിന്നും ശേഖരിച്ചു. തലച്ചുമടായി അവരുടെ ഗ്രാമത്തിലേക്ക് അവർ വന്ന വഞ്ചിക്കരികിലേക്ക് അവർ നടന്നു നീങ്ങവേ അവർക്ക് പിന്നിൽ അവരെ പിന്തുടർന്നുകൊണ്ട് 2 മഞ്ഞക്കണ്ണുകൾ വരുന്നുണ്ട് എന്ന വിവരം അവർ അറിഞ്ഞിരുന്നില്ല. പതിയെ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുവന്ന ആ ജീവി അവർ കാണാതെ അവരിൽ നിന്നും മാറി നടന്നെടുത്തു. വഞ്ചിയിലേക്ക് കയറുവാൻ ഏകദേശം 10 മീറ്റർ മാത്രം അകലെയുള്ളപ്പോൾ ആ കടുവ ഉഗ്രമായി ഗർജിച്ചുകൊണ്ട് അവർക്കുമേലെ ഒരു ഇടിനാദം പോലെ വീണെടുത്തു. കൂർത്ത നഖങ്ങളുള്ള അവന്റെ കൈകൾ അവരിൽ ഒരാളുടെ ശരീരത്തിലേക്ക് ആഞ്ഞു വീശി. അടികൊണ്ട അവന്റെ സഹോദരൻ ദൂരേക്ക് തെറിച്ചു വീണു. തന്റെ കയ്യിലുണ്ടായിരുന്ന വിറക് കെട്ടെടുത്ത് ആ കടുവയ്ക്ക് നേരെ എറിഞ്ഞുവെങ്കിലും അതും വിഫലമായി പോയി. പിന്നീട് ആ കടുവ തന്റെ പിൻകാലുകൾ ഉപയോഗിച്ച് മുന്നിലേക്ക് ചാടി വീണു. അത് അവിടെ ഉണ്ടായിരുന്ന 18 വയസ്സുകാരൻ്റെ കഴുത്തിലേക്കായിരുന്നു. കൂർത്ത കോമ്പല്ലുകൾ ഉപയോഗിച്ച് അവൻ്റെ കഴുത്ത് ആ കടുവ കടിച്ചു മുറിച്ചു, കുടഞ്ഞെറിഞ്ഞു. പിന്നീട് അവന് നേരെ ചാടി വീഴുകയും അവനെ കടിച്ചു കുടഞ്ഞു കൊല്ലുകയും ചെയ്തു. 12 വയസ്സുള്ള ആ ബാലനോട്, അവൻ്റെ അനിയനോട് അവൻ കൈകൊണ്ട് പോകുവാൻ കാണിച്ചിരുന്നു, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുവാൻ. കടുവയുടെ കൂർത്ത പല്ലുകൾ അവൻ്റെ കഴുത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവൻ്റെ കുഞ്ഞു സഹോദരനെ സംരക്ഷിക്കുന്ന കടമ മാത്രമാണ് അവൻ ചെയ്തത്. കടുവയുടെ കൂർത്ത നഖങ്ങൾ ആ പിഞ്ചുബാലന്റെ കൈകളിലേക്കും ആഴത്തിൽ മുറിവ് സമ്മാനിച്ചിരുന്നു. ചോരയൊലിക്കുന്ന കൈകൾ കൊണ്ട് അവൻ ആ വിറകുകെട്ടുകൾ താഴെയിട്ട് അവൻ്റെ വഞ്ചിയിലേക്ക് കയറിക്കിടക്കുകയും അവനെ കൊണ്ടാവുന്ന പോലെ തുഴയുകയും ചെയ്തു. പതിയെ ആ വഞ്ചി തുരുത്തുകൾക്കിടയിലൂടെയുള്ള ആ നീർച്ചാലിലൂടെ ഒഴുകിയകന്നു. അവൻ്റെ സഹോദരൻ്റെ
ഞരക്കവും അനക്കവും അപ്പോഴേക്കും നിലച്ചു കഴിഞ്ഞിരുന്നു. വഞ്ചി പതിയെ ഒഴുകിയകന്നപ്പോൾ അവൻ കേട്ടത് ആ കണ്ടൽ വനം വിറയ്ക്കുന്ന രീതിയിലുള്ള ഉഗ്രമായ ഒരു ഗർജനമായിരുന്നു. ഇനിയും കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. നമ്മളിന്ന് പറയുവാൻ പോകുന്ന ഈ കഥ 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, സമയത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2ാമത്തെ ഭാഗം അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും മാത്രമേ പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങൾ ദയവായി ഒന്ന് ക്ഷമിക്കുക. DFO എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? 1981 മുതൽ 89 വരെയുള്ള കാലഘട്ടങ്ങളിൽ സുന്ദർബാൻ മാംഗ്രൂവ് ഫോറസ്റ്റിലെ DFO ആയിരുന്നു ഞാൻ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. ഇന്ത്യ പാക് വാർ 1971 ശേഷം 4 ബംഗാൾ കടുവകളെ മാത്രമാണ് നിയമപരമായി അവിടെ വേട്ടയാടിയിട്ടുള്ളത്. അതായത് സുന്ദർബാനിൽ ഒന്ന് 1981 മറ്റേത് 87 പിന്നെ ഉണ്ടായത് 88 അവസാനത്തേത് 89. അതിൽ 1987 നടന്നത് ഒരു ഗൺ ട്രാപ്പ് ഉപയോഗിച്ചായിരുന്നു ആ കടുവയെ വേട്ടയാടിക്കൊന്നത്. അതും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 ഗാർഡുകൾ. ബാക്കി 3നെയും വെടിവെച്ചു കൊന്നത് ഞാനായിരുന്നു. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ നിരവധി കഥകളിൽ സുന്ദർബാൻ വനത്തെപ്പറ്റിയും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും കാണാൻ ഭംഗികളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം കൂടി എളുപ്പത്തിൽ പറയാം, പുതുതായി കേൾക്കുന്നവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി മാത്രം. സുന്ദർബാൻ കണ്ടൽ കാടുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഇതാണ്. ലോകത്തിൽ കണ്ടൽ വനത്തിൽ ജീവിക്കുന്ന കടുവകളെയും കാണാൻ കഴിയുന്ന പ്രദേശവും ഇത് തന്നെയാണ്. മനുഷ്യരും മൃഗങ്ങളിലും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രദേശവും ഇത് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ പുതിയ കഥയിലേക്ക് പോകുകയാണ്. സുന്ദർബാനിലെ ചാൻപായ് റേഞ്ചിലേക്ക് കടന്നു കയറിയ നരഭോജിയായ കടുവയെ കൊന്ന കഥയാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത്. വർഷം 1988. സുന്ദർബാനിലെ ഡിവിഷൻ ഓഫീസർ എന്ന നിലയിൽ കുറ്റമറ്റ രീതിയിൽ എൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ചാത്ബായ് ഫോറസ്റ്റ് റേഞ്ചിൽ ഒരു റോയൽ ബംഗാൾ കടുവയെ കണ്ടതായി, അതും നരഭോജിയായ കടുവയെ കണ്ടതായി ഒരു റിപ്പോർട്ട് എൻ്റെ അരികിലെത്തുന്നത്. നരഭോജിയായി കഴിഞ്ഞ ആ കടുവയുടെ വിവരങ്ങൾ എൻ്റെ ചെവിയിലേക്ക് എത്തുമ്പോഴേക്കും അവൻ അതിനോടകം തന്നെ ഏകദേശം 16 പേരെ കൊലപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അവൻ്റെ ഇരയാക്കി തീർത്തു കഴിഞ്ഞിരുന്നു. അവൻ്റെ ഇരകളുടെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ അവയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മരം വെട്ടുകാരും കർഷകരുമായിരുന്നു. അതിനു പുറമെ കുറച്ച് മത്സ്യബന്ധന തൊഴിലാളികളും ഉണ്ടായിരുന്നു. മനുഷ്യനെ മാത്രമായിരുന്നില്ല അവൻ്റെ ഇരയായി തിരഞ്ഞെടുത്തിരുന്നത്. മനുഷ്യർ വളർത്തിയിരുന്ന കന്നുകാലികളെയും അതിനോടകം അവൻ കൊന്നു തിന്നു കഴിഞ്ഞിരുന്നു. കണ്ടൽ വനപ്രദേശത്തിൻ്റെ അരികോട് ചേർന്ന് നിൽക്കുന്ന കൃഷിയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അവൻ്റെ വന അതിർത്തി അവിടെ തീർത്തിരുന്നത്. സുന്ദർബാനിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ കടുവയെ അവിടെ നിന്നും തുരത്തി ഓടിക്കുവാൻ പല മാർഗങ്ങളും ശ്രമിച്ചു. പതിവ് പോലെ തന്നെ. എന്നുവെച്ചാൽ അവിടേക്ക് നരഭോജിയായ കടുവകൾ ഇറങ്ങുമ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പതിവായി ചെയ്യുന്ന കുറച്ച് രീതികളുണ്ട്. അതവർ പിന്തുടർന്നു. വലിയ രീതിയിൽ മാരകമല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിച്ച് ആദ്യം കടുവയ്ക്ക് നേരെ പ്രതിരോധം തീർക്കുക എന്നത് മാത്രമായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്തത്. കന്നുകാലികളെയും മറ്റു മൃഗങ്ങളെയും പാർപ്പിച്ചിരിക്കുന്ന ഫാമുകൾക്ക് ചുറ്റും വനത്തിൽ നിന്നും ശേഖരിക്കുന്ന ചുള്ളിക്കമ്പുകളും മറ്റും ഉപയോഗിച്ച് വലിയ രീതിയിൽ തീ കത്തിച്ചു. എന്നാൽ അതൊന്നും യാതൊരു പ്രയോജനവും അവിടെ ഉണ്ടാക്കിയില്ല. അതിനുശേഷം അവിടുത്തെ ആളുകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് മറ്റു കുറച്ച് പദ്ധതികൾ തയ്യാറാക്കി. അവ ഇങ്ങനെയായിരുന്നു: വലിയ ഡ്രമ്മുകളും ചെണ്ടകളും പാട്ടകളും ഉപയോഗിച്ച് ആ പരിസരമാകെ സന്ധ്യ മുതൽ പുലരും വരെയും അവരത് കൊട്ടി ശബ്ദമുണ്ടാക്കി ബഹളം വെച്ച് നടന്നു. അവർക്കൊപ്പം ഫോറസ്റ്റ് ഗാർഡുകളും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ സന്തത സഹചാരിയായി അവരുടെ 303യും. അതുപയോഗിച്ച് മുകളിലേക്ക് ചൂണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് നിറയും ഒഴിക്കുന്നുണ്ടായിരുന്നു. പുലരും വരെയും അവിടുത്തെ ഗ്രാമീണർക്ക് വെടിയൊച്ചകളും പാത്രത്തിൻ്റെയും ഡ്രംസിൻ്റെയും കൊട്ടുകളും കേൾക്കാൻ കഴിയുമായിരുന്നു. ആ സമയങ്ങളിൽ .303 കാലിബറുള്ള ലീ എൻഫീൽഡ് റൈഫിലുകൾക്ക് അവയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വലിയ ശബ്ദത്തിന് ആ നരഭോജിയായ കടുവയെ ആ പ്രദേശത്തിൽ നിന്നും അകറ്റുവാൻ സാധിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമായിരുന്നു. നരഭോജിയായ ആ കടുവ പ്രദേശത്ത് നിന്നും അകന്നു പോകുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. എന്നാൽ
അങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു. വീണ്ടും ആ കടുവ മനുഷ്യരെയും മൃഗങ്ങളെയും മാറി മാറി ആക്രമിച്ചു, കൊലപ്പെടുത്തി, അവനെ ആഹാരമാക്കി തീർത്തു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ ആ നരഭോജിയായ കടുവയെ അവരുടെ റേഞ്ച് അതിർത്തിയിൽ നിന്നും ഓടിച്ചു വിടുന്നത് അവർ ഉപേക്ഷിച്ചു. മറ്റു പല വഴികളും അവനെ പിടിക്കുവാൻ വേണ്ടി അവർ തയ്യാറാക്കി. ജീവനോടെ തന്നെ പിടിക്കുവാനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നീട് തീരുമാനിച്ചത്. അവനെ പിടിക്കുവാൻ പല കെണികളും ആ പ്രദേശത്ത് തയ്യാറാക്കി. വലിയ വാരിക്കുഴികൾ അവരൊരുക്കി. അതിനു മുകളിൽ ഉണങ്ങിയ ചുള്ളിക്കമ്പുകളും മറ്റും ഉപയോഗിച്ച് അത് മറച്ചു വെച്ചു. അതുകൂടാതെ വനത്തിന്റെ പച്ചപ്പാർന്നു നിൽക്കുന്ന വനത്തിന്റെ നടുവിലായി ഇലകൾക്കിടയിൽ മറച്ചു വെച്ച രീതിയിൽ ഇരുമ്പ് കൂടുകൾ അവരവിടെ സ്ഥാപിച്ചു. കടുവ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഉടൻ വാതിൽ വീഴുന്ന രീതിയിൽ അത് ക്രമീകരിച്ചു. അതിൻ്റെ ഉള്ളിൽ നല്ല വലിപ്പം വരുന്ന മൃഗത്തിന്റെ പച്ചമാംസം തൂക്കിയിട്ടു. അവനെ അവിടേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയായിരുന്നു അവിടുത്തെ ആളുകൾ അങ്ങനെ ചെയ്തത്. എന്നാൽ ആ കെണികളിലൊന്നും ആ നരഭോജിയായ കടുവ വീണിരുന്നില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നതിനും 2 പടി മുന്നിലായിരുന്നു ആ കടുവ ഉണ്ടായിരുന്നത്. എന്നുവച്ചാൽ അവർ ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു ആ കടുവ ചിന്തിച്ചിരുന്നത്. കെണികളും മറ്റും കൗശലക്കാരനായ കടുവ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ആ സാമർത്ഥ്യക്കാരനായ നരഭോജി അവന്റെ 26ാമത്തെ കൊലയും ആ ഗ്രാമത്തിൽ നടത്തി. ഈ സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറിയതോടെ ഗ്രാമത്തിലെ പ്രദേശവാസികളെല്ലാം പരിഭ്രാന്തരായി, ഭയം കൊണ്ട് വിറച്ചു. പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മുന്നോട്ടു പോകുമ്പോൾ നരഭോജിയായ കടുവയുടെ ഓരോ പരാതികളായി ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തുവാനും തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ ആ സമയം ഞങ്ങൾ വെട്ടിൽ വീണതുപോലെയായിരുന്നു. ഞാനൊരു തീരുമാനമെടുത്തു. ഢാക്കയിലേക്ക് പോകുവാൻ, ചീഫ് കൺസർവേറ്റീവിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ഢാക്ക. ഞാൻ അവിടേക്ക് പോകുകയും ചീഫ് കൺസർവേറ്റീവ് ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. മാസങ്ങളായി ഞങ്ങൾ ആ നരഭോജിയായ കടുവയെ പിടിക്കുവാൻ വേണ്ടി പല പരിപാടികളും നോക്കിയെങ്കിലും അതെല്ലാം വിഫലമായി തീർന്നുവെന്ന റിപ്പോർട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചത്. അതിനാൽ മനുഷ്യർക്ക് ഇത്രയും വിനാശകരമായി തീർന്ന ഈ കടുവയെ കൊല്ലുവാനുള്ള അനുമതി നൽകണമെന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് എക്സ്പ്ലെയിൻ ചെയ്തു. വനമന്ത്രാലയത്തെ ഇത് ഏൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹത്തെ ഞാൻ വിശദമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി. കാരണസഹിതം വിശദമാക്കി എന്ന് വേണം പറയുവാൻ. അങ്ങനെ ചീഫ് കൺസർവേറ്റീവ് ഞാൻ കൊടുത്ത റിപ്പോർട്ടുമായി വനമന്ത്രാലയത്തെ കാണുവാൻ വേണ്ടി പോയി. നരമാംസ കൊതിയനായി തീർന്ന നരഭോജിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം അവരോട് വാദിച്ചു. കാരണങ്ങൾ സഹിതം ഞാൻ കൊടുത്ത എല്ലാ റിപ്പോർട്ടുകളും അദ്ദേഹത്തിന് സഹായകരമായി. കടുവയെ അവിടെ നിന്നും തുരത്തുവാൻ ഉപയോഗിച്ച മാർഗമല്ലാത്ത ആ മാർഗങ്ങളെപ്പറ്റി അദ്ദേഹം അവരോട് വിശദീകരിച്ചു. അതിൽ പരാജയപ്പെട്ടപ്പോൾ അവനെ പിടിക്കുവാൻ കെണികൾ ഒരുക്കിയ കാര്യവും വിശദീകരിച്ചു. ഇനിയും ഈ നരഭോജിയായ കടുവ മുന്നിലോട്ട് പോയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വനമന്ത്രാലയത്തെ അറിയിച്ചു. മനുഷ്യർക്ക് മാത്രമല്ല എന്നും ഗവൺമെന്റിനും ഈ കടുവ വലിയ നഷ്ടമാണ് വരുത്തി വെക്കുന്നതെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ ചീഫ് കൺസർവേറ്റീവ് ഓഫീസർ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ആ കടുവയെ കൊല്ലുവാനുള്ള ഉത്തരവ് നേടിയെടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം എന്നെ അവിടേക്ക് വിളിപ്പിക്കുന്നതും എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി തന്നതും. ആ കടുവയെ കൊല്ലുവാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ. എന്നാൽ ഇപ്പോൾ പകുതി പ്രശ്നം മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ. ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടേണ്ടത്? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ നരഭോജിയായ കടുവയെ ആരാണ് യഥാർത്ഥത്തിൽ കൊല്ലാൻ ശ്രമിക്കേണ്ടത്? സുന്ദർബാൻ വനം വകുപ്പിന്റെ ഔദ്യോഗിക ശിക്കാരിയായിരുന്ന പഞ്ചാബ്ദി എന്ന ശിക്കാരി ശരിക്കും അവനെ പിടിക്കുവാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. പഞ്ചാബ്ദി ഏകദേശം 3 ആഴ്ചയോളം ആ നരഭോജിയായ കടുവയെ പിടിക്കുവാൻ വേണ്ടി അതിന്റെ പിന്നാലെ തന്നെ പോയിരുന്നു. ഗ്രാമത്തിന്റെ സമീപത്ത് നിന്നും മനുഷ്യരെ ആ നരഭോജിയായ കടുവ പിടികൂടി വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ട്രാക്കുകൾ പിൻപറ്റി അതിന് പിന്നാലെ തന്നെ പച്ചബ്ദി പോയിരുന്നു. അങ്ങനെ മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ഭാഗികമായ മനുഷ്യ ശരീരം ആഹരിക്കുവാൻ വേണ്ടി വീണ്ടും ആ നരഭോജി അവിടേക്ക് കടന്നു വരുമെന്നും അയാൾക്കറിയാമായിരുന്നു. അങ്ങനെ അവന്റെ വരവിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പച്ചബ്ദി അവിടെ തോക്ക് കെണികൾ ഒരുക്കിയിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥയിലെ നരഭോജിയായ കടുവ തികഞ്ഞ തന്ത്രശാലിയായിരുന്നു. അവന്റെ വായിൽ എപ്പോഴും നീളമുള്ള കമ്പുകൾ കാണുമായിരുന്നു. അത് കടിച്ചു പിടിച്ചുകൊണ്ടാണ് അവൻ വനത്തിലൂടെ നടന്നു നീങ്ങുന്നത്. തികച്ചും വ്യത്യസ്തമായ സ്വഭാവത്തിന് ഉടമയായിരുന്നു ഈ കടുവ.
അങ്ങനെ തടിക്കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ തോക്ക് കെണികൾ കടുപ്പിച്ചിരിക്കുന്ന വയറുകളിൽ ആദ്യം വന്ന് തട്ടുക ഈ കമ്പുകളായിരിക്കും. അങ്ങനെ കമ്പുകൾ തട്ടി ആ തോക്ക് പൊട്ടുകയും അത് നരഭോജിയായ കടുവയുടെ ശരീരത്ത് തറയ്ക്കാതെ ദൂരേക്ക് അകന്നു പോകുകയും ചെയ്യും. പിന്നീട് സ്വസ്ഥമായി അവൻ കൊന്നിട്ട മനുഷ്യന്റെ ബാക്കി ശരീരം അവൻ ആഹരിക്കും. അതിനുശേഷം പിന്നീട് വനത്തിനുള്ളിലേക്ക് ഓടി മറയുകയും ചെയ്യും. അങ്ങനെ ഏകദേശം കുറേ തവണ പശബ്ദി ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി പല ശ്രമങ്ങളും തോക്കുകണികളും വനത്തിന്റെ പല ഭാഗങ്ങളിലും സൃഷ്ടിച്ചുവെങ്കിലും അതിലൊന്നും ആ കടുവ പെട്ടില്ല. അതോടെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനെ തുടർന്ന് മുന്നിലേക്ക് പോകുകയാണെങ്കിൽ കടുവയ്ക്ക് അടുത്ത ഇരയായി തീരുവാൻ പോകുന്നത് താനായിരിക്കുമെന്ന്. അങ്ങനെ ആ ദൗത്യത്തിൽ നിന്നും പശബ്ദി പിന്മാറുകയും എന്നെ കാര്യം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഡിപ്പാർട്ട്മെന്റ് പരിചയസമ്പത്തുള്ള മറ്റൊരു വേട്ടക്കാരന് വേണ്ടി തിരച്ചിൽ തുടങ്ങി. അത് വന്ന് അവസാനിച്ചത് എന്നിലായിരുന്നു. അയാൾ കഴിഞ്ഞാൽ പിന്നീട് എക്സ്പീരിയൻസ് ഉള്ളത് എനിക്കാണല്ലോ. ബംഗാൾ കടുവകളെ കൊന്നുള്ള എക്സ്പീരിയൻസ്. പിന്നീട് ആ ദൗത്യം എന്നിൽ വന്ന് നിക്ഷിപ്തമാകുകയായിരുന്നു. ഇതുവരെയുള്ള എൻ്റെ വേട്ടയാടുകൾ ജീവിതം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സമ്മിശ്ര വിജയങ്ങളാണ് എനിക്ക് നേടുവാൻ സാധിച്ചിരുന്നത്. നരഭോജിയായ കടുവകളെ വെടിവെച്ച് കൊല്ലുന്നതിൽ പലപ്പോഴും ഞാൻ വിജയിക്കാറുണ്ടെങ്കിലും മറ്റു ചിലപ്പോൾ പരാജയപ്പെടാറുമുണ്ട്. 1981 മഹേശ്വരിൽ പൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ കുപ്രസിദ്ധനായ ഒരു നരഭോജി പ്രത്യക്ഷപ്പെട്ടത്. അവനെ വിജയകരമായി കാലപുരിക്കയക്കുവാൻ എനിക്ക് സാധിച്ചു. എന്നാൽ ആ കൗശലക്കാരനായ നരഭോജി ചില്ലറ പാടല്ല എന്നെ കൊണ്ട് പെടിയിപ്പിച്ചത്. എന്നാൽ മറ്റൊരു സംഭവം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അറിയിക്കാം. 1986 ഡിസംബറിൽ തൽപ്പാട്ടി ഫോറസ്റ്റ് റേഞ്ചിൽ പ്രവർത്തിക്കുന്ന സമയമാണ് ഇത് സംഭവിച്ചത്. അവിടെ ഇറങ്ങിയ ബംഗാൾ കടുവ നരഭോജിയായ ബംഗാൾ കടുവയെ കൊല്ലുവാൻ എന്നെ നിയോഗിച്ചു. എന്നാൽ ആ കൗശലക്കാരനായ കടുവയ്ക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയി. എനിക്കവനെ വിജയകരമായി വെടിവെച്ചു കൊല്ലുവാൻ സാധിച്ചില്ല. ഞാൻ പരാജയപ്പെട്ടിരുന്നു. എന്തായാലും വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. നരഭോജിയെ വേട്ടയാടുവാൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നെ സമീപിച്ചപ്പോൾ ആദ്യം അതിനോട് സമ്മതം മൂളുവാൻ ഞാൻ മടിച്ചു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ബംഗാൾ കടുവകളെ വേട്ടയാടുന്നതിലുള്ള എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അതിനു പുറമെ ഏറ്റവും ശ്രമകരമായ ജോലിയും. തീർച്ചയായും എന്നെക്കാൾ കൂടുതൽ യോഗ്യതയുള്ള ശിക്കാരികൾ ഈ രംഗത്ത് നിലനിന്നിരുന്നു. കിഴക്കൻ പാകിസ്ഥാൻ കാലഘട്ടങ്ങളിൽ ബംഗാൾ കടുവകൾക്ക് നിയമപരമായ സംരക്ഷണ നൽകിയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ബംഗാൾ റോയൽ കടുവകളെ ഡസൻ കണക്കിന് കൊന്നുതള്ളിയ വേട്ടക്കാർ പരസ്യമായി വീമ്പിളക്കിയിരുന്നു. എൻ്റെ കരിയറിൽ അങ്ങനെ ധാരാളം പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞവന്മാരെയെല്ലാം ഞാൻ കാണുന്നത് വെറും കീടമായിട്ടാണ്. കാരണം എന്താണെന്നറിയാമോ? കടുവകളെ ഒറ്റയ്ക്ക് കാൽനടയായി അവരുടെ പിന്നാലെ നടന്നു വേട്ടയാടുന്നതിൻ്റെയും ചില രാത്രികളിൽ മച്ചാൻമേൽ ഇരുന്നു കൊണ്ട് 3 കടുവകളെ വരെ വെടിവെച്ചു കൊന്നതിൻ്റെയും നാടകീയമായ വിവരങ്ങൾ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ധീരരായ കൂട്ടാളികൾ ആരും തന്നെ ഈ നരഭോജിയായ കടുവയ്ക്ക് മരണ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ വെറും ഉത്തരവ് മാത്രമായിരുന്നില്ല, അതിനെ കൊല്ലുന്നവർക്ക് നല്ലൊരു പാരിതോഷികവും ഗവൺമെൻറ് ആ സമയം പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ധീരരായ കൂട്ടാളികളെ സ്വമേധ്യ അവിടെ ഇടപെടാഞ്ഞത് എന്നത് വളരെ വിചിത്രമായാണ് എനിക്ക് തോന്നിയത്. ഒടുവിൽ നമ്മുടെ കഥയിലെ വില്ലൻ അവൻ്റെ 30ാമത്തെ മനുഷ്യനെയും പിടികൂടി കഴിഞ്ഞിരുന്നു. ആ വാർത്ത എൻ്റെ ചെവിയിലേക്ക് വന്ന് പതിച്ചപ്പോൾ, അതിൻ്റെ റിപ്പോർട്ടുകൾ എൻ്റെ മേശപ്പുറത്ത് വന്നപ്പോൾ ഞാൻ അവനെ വേട്ടയാടുവാൻ തീരുമാനം എടുക്കുകയായിരുന്നു. ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. വരാൻ പോകുന്ന അപകടങ്ങളെ പറ്റിയും കഷ്ടപ്പാടുകളെ പറ്റിയുമുള്ള ബോധ്യം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അവനെ വേട്ടയാടുവാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ 12 ബോർ സിക്കേന്ദർ, പിന്നെ .22 ലോഡിംഗ് റൈഫിലുകൾ, കാലിബറുകൾ, ബ്രോൺ മോഡൽ 2 ബോൾട്ട് ആക്ഷൻ റൈഫിലുകൾ. 1982 ഡക്കയിലെ ഒരു തോക്ക് കടയിൽ നിന്നും ഷിക്കാരി ഓഫ് ഷിക്കാരി എന്ന പേരിലാണ് ആ കട. ആ കടയിൽ നിന്നും ഞാൻ വാങ്ങിയതാണ്. ഒപ്പം എൻ്റെ .32 ACP കാലിബർ വെബ്ലി മോഡലും. 1921 ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ സുന്ദർബാനിലേക്ക് പോയി. സുന്ദർബാൻ വനം വകുപ്പിന്റെ കീഴിലുള്ള ആയുധപുരയിലേക്കാണ് ഞാൻ ചെന്നത്. അവിടെ എത്തിയ ശേഷം ഞാൻ അവിടെ നിന്നും 7x57 mm മൗൺസർ കാലിബർ ചാർജറിൽ മോഡൽ ഇമ്പീരിയർ റൈഫിലുകൾ എന്നിവ എടുത്തു. ശേഷം മുസ്തഫയുമായി ഞാൻ ബന്ധപ്പെട്ടു.
1981 മൊഹേശ്വരിപൂരിലെ മാനീറ്ററിനെ ഞാൻ വിജയകരമായി വെടിവെച്ചപ്പോൾ ഫൈസലിലെ ടോർച്ച് ലൈറ്റ് എനിക്കായി തോക്കിൽ പിടിപ്പിച്ചു തന്നത് മുസ്തഫയായിരുന്നു. അദ്ദേഹം ഏറ്റവും നിർഭയനും വിശ്വസ്തനുമായ കൂട്ടാളിയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഒരു നരഭോജിയായ റോയൽ ബംഗാൾ കടുവയെ കൊല്ലുവാൻ അനുഗമിക്കുമെങ്കിൽ എനിക്കൊപ്പം മുസ്തഫയും ഉണ്ട് എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാണ്. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. ഞാൻ മറ്റൊരു നരഭോജിയുടെ പിന്നാലെ പോകുകയാണെന്ന് അറിഞ്ഞ മുസ്തഫ എന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ സമർപ്പിക്കുവാനും സേവിക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ഉടനെ എന്നെ വിളിക്കുകയും സമ്മതമറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പോലുള്ള യുവാവായ ഒരാളിൽ നിന്നും ഇതിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 1 ഡസൻ ഫോറസ്റ്റ് കാവൽക്കാരുടെ അകമ്പടിയോടെ നരഭോജിയായ കടുവയുടെ ആധിപത്യമുള്ള ചാദ്പായ് വനമേഖലയിലേക്ക് പുറപ്പെട്ടു. കുൽന തുറമുഖത്തെ പ്രാദേശിക വിപണിയിൽ വിൽക്കുന്നതിനായി സങ്കര ഇനത്തിൽപ്പെട്ട കന്നുകാലികളെ വളർത്തുന്ന ഒരു ഫാം ഉണ്ടായിരുന്നു. 3 സഹോദരങ്ങൾ ചേർന്നാണ് ആ ഫാം നടത്തുന്നത്. നരഭോജിയായ കടുവയുടെ പിന്നീടുള്ള ലക്ഷ്യം ആ ഫാം ആയിരുന്നു. ആ വിവരമാണ് പിന്നീട് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത്. അവൻ്റെ നരഭോജിയായ കടുവയുടെ ശല്യം കാരണം അവിടെ നേരത്തെ ഉണ്ടായ തൊഴിലാളികളെല്ലാം അവരുടെ ജോലി ഉപേക്ഷിച്ച് തങ്ങളുടേതായ ഗ്രാമങ്ങളിലേക്ക് പോയി എന്നും ഇപ്പോൾ കന്നുകാലികളെ പരിപാലനം ചെയ്യുവാൻ വേണ്ടി ആ 3 ഉടമകളും പിന്നെ അബ്ദുള്ള എന്ന ഒരു കെയർടേക്കറും മാത്രമാണ് ഉള്ളതെന്നും ഞങ്ങൾക്ക് പിന്നീട് അറിയുവാൻ സാധിച്ചു. സംഭവം പറഞ്ഞ് ഞങ്ങൾ ആ ഫാമിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത് ആ നരഭോജിയായ ആ മൃഗം അവർക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകളായിരുന്നു. ഭീമമായ സാമ്പത്തിക നഷ്ടത്തിലേക്കാണ് അവരെ ആ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. കടുവയുടെ വിഹാര കേന്ദ്രത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശത്തെ മനുഷ്യരെല്ലാം അവർ ആ കടുവയുടെ ഇരയായി തീരുമെന്ന് മനസ്സിലാക്കിയതോടെ പ്രാദേശികം വിട്ട് കുടിഞ്ഞു പോകുവാൻ തുടങ്ങിയതോടെ തനിക്ക് മറ്റൊരരെയും കിട്ടാതായതോടെയാണ് ഈ ഫാമിലേക്ക് കടുവ ലക്ഷ്യം വെച്ചത്. വില കൂടിയ സങ്കര ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെ ഒന്നൊന്നായി അവൻ ആക്രമിക്കുകയും അവൻ്റെ ആഹാരമാക്കുകയും അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയതെന്നും അവർ പറഞ്ഞു. ഞാൻ അവരുടെ ഫാമിലേക്ക് എത്തിയപ്പോൾ ആ ഉടമകൾ എന്നെ കാണുവാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ എങ്ങനെയാണ് ആ നരഭോജിയായ ആ മൃഗത്തെ വേട്ടയാടുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർ എന്നോട് ചോദിച്ചു. തീവ്രതയോടെ തന്നെ ചോദിച്ചു. അവരെ ഞാൻ ആശ്വസിപ്പിച്ചു. എല്ലാ തന്ത്രങ്ങളും ഞാൻ ഒരുക്കി കഴിഞ്ഞുവെന്നും ഇപ്പോൾ എല്ലാം നിയന്ത്രണത്തിലാണെന്നും അവരെ അറിയിച്ചു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ഞാൻ വിളിച്ചു വരുത്തുകയും എനിക്ക് വേണ്ടി ഒരു മച്ചാൻ നിർമ്മിക്കുവാനും ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് മച്ചാൻ നിർമ്മിക്കേണ്ടത്, എവിടെയാണ് മച്ചാൻ നിർമ്മിക്കേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായി തന്നെ ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. 1986 ഒരു റേഞ്ചിൽ ബംഗാൾ കടുവയെ വിജയകരമായി പതിയിരുന്നു കൊണ്ട് ആക്രമിക്കുവാൻ ഒരു മച്ചാൻ നിർമ്മിക്കുന്നതിൽ ഒരു പ്രത്യേക കലയുണ്ടെന്ന് പച്ചബ്ദി അന്ന് എന്നെ പഠിപ്പിച്ചിരുന്നു. ഒരു മരത്തിൽ മച്ചാൻ പണിയുക, മരത്തിൻ്റെ സ്വാഭാവികം ഭാഗങ്ങൾ ഉപയോഗിച്ച് കടന മറച്ചു വയ്ക്കുക എന്നിവയായിരുന്നു തന്ത്രം. അതുവഴി കടുവ ഒരിക്കലും ഒരു കാര്യവും സംശയിക്കില്ല എന്നും സ്വാഭാവികമായി അവൻ പിടിച്ചിട്ട ഇരയുടെ അരികിലേക്ക് വരികയും ചെയ്യുമെന്നും അയാൾ പറഞ്ഞു തന്നിരുന്നു. മരങ്ങളുടെ ചില്ലകളും ഇലകളും ഉപയോഗിച്ച് മച്ചാൻ നല്ല പോലെ അവൻ്റെ കണ്ണുകളിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കണം. ഒരു കൺകിട്ട് വിദ്യ പോലെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രവർത്തകർ മച്ചാൻ നിർമ്മിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് അനുയോജ്യമായ ചില ഇരകളെ ആവശ്യമായിട്ടുണ്ട്. കെണി വയ്ക്കുവാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. 1987 തൽപ്പാട്ടിയിൽ നടന്ന സംഭവത്തിൽ നിന്നുമുള്ള എൻ്റെ മുന്നുള്ള അനുഭവം എന്നെ അത് പഠിപ്പിച്ചിരുന്നു. സുന്ദർബാനിലെ റോയൽ ബംഗാൾ കടുവകളെ വശീകരിക്കുവാനും അവയെ കെണിയുടെ അരികിലേക്ക് കൊണ്ടുവരുവാനും നല്ല ഇരകൾ ഉപയോഗിക്കണം, നല്ല ചൂണ്ടകൾ തന്നെ ഉപയോഗിക്കണം. എന്നാൽ നമ്മുടെ ഇന്നത്തെ കഥയിലെ ആ വില്ലൻ തികഞ്ഞ നരഭോജിയായി മാറിയതുകൊണ്ട് തന്നെ എന്തെങ്കിലും വ്യത്യസ്തമായി പരീക്ഷിക്കുവാൻ ഞാൻ ചിന്തിച്ചു. ഞാനൊരു കൃത്യമായ പദ്ധതി അവനെ പിടിക്കുവാൻ വേണ്ടി തയ്യാറാക്കി. അവന് നല്ലൊരു ഭോജനം ഒരുക്കേണ്ടതുണ്ട്, തികച്ചും വ്യത്യസ്തമായ ഒരു ഭോജനം. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് സുന്ദർബാൻ വനത്തിൽ കാണപ്പെടുന്ന ഒരുതരം പന്നികളെ ആയിരുന്നു. സായാഹ്നങ്ങളിൽ സാധാരണയായി ഇങ്ങനെയുള്ള പന്നികൾ അടുത്തുള്ള കനാലിൻ്റെ അരികിൽ വായു ഭാഗത്ത് വെള്ളം കുടിക്കുവാൻ വരുന്ന ഒരു സ്വഭാവമുണ്ട്. എങ്കിൽ അവിടേക്ക് പോകുവാനും അവിടെയുള്ള ഏതെങ്കിലും കുറ്റിക്കാടിൻ്റെയും മറ്റും ഇടയിൽ പതുങ്ങിയിരിക്കുവാനും അങ്ങനെ അവിടേക്ക് വെള്ളം കുടിക്കുവാൻ വരുന്ന പന്നികളിൽ ഏതെങ്കിലും ഒന്നിനെ വെടിവെച്ചു കൊല്ലുവാനും അവയെ എടുത്തുകൊണ്ടുവന്ന് ഈ കടുവയ്ക്ക് കെണിയായി വെക്കുവാനുമായിരുന്നു ഞാൻ തീരുമാനിച്ചത്. എൻ്റെ 12 ബോർ സിക്കേന്ദർ റൈഫിലോ വനംവകുപ്പിൻ്റെ 7x5mm മൗണ്ട്സർ ചാർജിൽ മോഡൽ ഇംപീരിയർ ഉപയോഗിച്ചാൽ
പന്നിയെ വെടിവെച്ചു കൊല്ലുവാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഈ 2 ആയുധങ്ങളുടെ ഉച്ചത്തിലുള്ള ശബ്ദം നരഭോജിയായ കടുവയെ ഒരുപക്ഷെ ദൂരേക്ക് അകറ്റിയിരിക്കും. ഇതിനെല്ലാം പരിഹാരം എന്ന പോലെ .22 ലോങ് റൈഫിൽ ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. കാലിബർ ബ്രോണോ മോഡൽ 2. ഇതിനൊരു ബലൂൺ പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ വലിയ ശബ്ദമൊന്നുമില്ല. .5 എലി റൈഫിൽ ക്ലബ് 40 ഗ്രേഡ് സോളിഡ് കാട്രിഡ്ജുകളുള്ള മാഗസീൻ ലോഡ് ചെയ്ത് റൈഫിലിന്റെ റിസർവറിലേക്ക് തിരികൊണ്ട് ഞാൻ സേഫ്റ്റി ക്യാപ്പ് മാറ്റി. ഞാൻ ചുറ്റും നിരീക്ഷിച്ചു. അവസാനമായി കണ്ട കനാലിന്റെ വായിലേക്ക് ഞാൻ കടന്നു. പന്നികളുടെ ശബ്ദം ഞങ്ങൾ കനാൽ മുഖത്ത് എത്തിയപ്പോൾ അവസാനിച്ചു. 2 പന്നികൾ കനാലിന്റെ വായിൽ നിന്നും വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടു. അവരിൽ നിന്നും ഏകദേശം 70 മീറ്റർ അകലത്തിലായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത്. എന്നെ അവർ കണ്ടില്ല. ഞാൻ പതിയെ എന്റെ കൈവശം കൊണ്ടുവന്ന .22 റൈഫിൽ എന്റെ ഷോൾഡറിലേക്ക് എടുത്തു വെച്ചു. കൂട്ടത്തിലെ സാമാന്യം വലിപ്പമുള്ള ഒരു ആൺ കാട്ടുപന്നിയുടെ നേരെയാണ് ഇപ്പോൾ എന്റെ തോക്കിന്റെ കുഴൽ ചൂണ്ടിയിരിക്കുന്നത്. കാട്ടിന്റെ ഗതി ഇപ്പോൾ എനിക്ക് അനുയോജ്യമാണ്. ഞാനൊരു ബ്രോഡ് സൈഡ് ഷോട്ട് എടുത്തു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നു. കൃത്യമാർന്ന എന്റെ ഷോട്ട് 40 ഗ്രേഡ് ലെഡ് ബുള്ളറ്റ് മൃഗത്തിന്റെ തോളിലേക്ക് തുളച്ചു കയറി. അവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് കാട്ടുപന്നികൾ ജീവനെ ഭയന്ന് മറ്റെവിടേക്കോ ഓടി ഒളിച്ചു. അവനും ഒന്ന് കുതിക്കുകയും നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഞങ്ങൾ പതിയെ അവിടെ വീണ് കിടന്ന ആ കാട്ടുപന്നിയുടെ അരികിലേക്ക് പോയി. അവൻ അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനോട് ചേർന്ന് കിടക്കുകയാണ്. രക്തമെങ്ങും പരന്നൊഴുകുന്നു. അവിടെ ചത്തുകിടന്ന ആ കാട്ടുപന്നിയുടെ ശരീരം ഞാനൊന്ന് പരിശോധിച്ചു. അടന്നു കുറിച്ച കൃത്യമായ ഷോട്ട് അവന്റെ തോളിന് പിന്നിലെ മൃദുവായ ഭാഗത്തിലൂടെ അത് തുളച്ച് ഹൃദയത്തിൽ വന്ന് നിന്നിരിക്കുന്നു. അങ്ങനെയാണ് അവൻ കൊല്ലപ്പെട്ടത്. എന്നെ സഹായിക്കുവാൻ വേണ്ടി അവിടേക്കെത്തിയ ഫോറസ്റ്റ് ഗാർഡുകൾ ആ കാട്ടുപന്നിയുടെ ശരീരം എടുത്തുയർത്തി. ഏകദേശം 135 കിലോയിൽ കുറയാത്ത ഭാരമുണ്ടെന്ന് അവർ പറഞ്ഞു. സാമാന്യം നല്ല ഭാരമുള്ള ആ കാട്ടുപന്നിയുടെ ശരീരം എടുത്തുയർത്തിക്കൊണ്ട് ഞങ്ങൾ പതിയെ ഞങ്ങൾ കെട്ടിയ മച്ചാന്റെ അരികിലേക്ക് പോയി. മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന മച്ചാൻ അതൊരത്ഭുതമായി തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും മച്ചാലിൽ നിന്നും ഏകദേശം 20 അടി അകലത്തിൽ ഞങ്ങൾ വെടിവെച്ചു കൊന്ന ആ കാട്ടുപന്നിയുടെ ശരീരം കൊണ്ടു കിടത്തി. പതിയെ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ കാത്തിരുന്നു. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് പതിയെ താഴുവാൻ തുടങ്ങിയ സമയം, പതിയെ അന്ധകാരം എങ്ങും വ്യാപിക്കുവാനും തുടങ്ങിയ സമയം, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ മുസ്തഫ ഒഴിച്ച് ബാക്കി എല്ലാവരോടും തിരികെ അവരവരുടെ ഗ്രാമത്തിലേക്ക് പൊയ്ക്കോളുവാനും അവരുടെ കുടിലുകൾക്കുള്ളിൽ കയറി സുരക്ഷിതരായി ഇരുന്നു കൊള്ളുവാനും ഞാൻ പറഞ്ഞു. എന്ത് ശബ്ദം കേട്ടാലും നിങ്ങൾ പുറത്തു വരരുതെന്നും നേരം പുലർന്നിട്ട് മാത്രം ഇവിടേക്ക് എത്തിയാൽ മതിയെന്നും ഞാൻ അവരോട് പറഞ്ഞു. മുസ്തഫയും ഏറ്റ് അവരോട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഗ്രാമീണർ അവിടെ നിന്നും പിരിഞ്ഞു പോയ ശേഷം ഞാനും മുസ്തഫയും കൂടി ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന 3 റൈഫിലുകളിലേക്കും തിരകൾ നിറയ്ക്കുകയും സേഫ്റ്റി ക്യാപ്പുകൾ റിമൂവ് ചെയ്ത് വീണ്ടും ലോക്ക് പൊസിഷനിലാക്കുകയും ചെയ്തു. അതിനുശേഷം 3 റൈഫിലുകളുമായി ഞങ്ങൾ പതിയെ മുകളിലേക്ക് കയറി. ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കിയിരുന്ന മച്ചാനിന് മുകളിലേക്ക് കയറിയിരിക്കുകയും 3 തോക്കുകളും അവിടെ വെക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന 12 ബോറിന്റെ റൈഫിൽ ചൂണ്ടിയിരുന്ന സമയം മുസ്തഫ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന റാം ദാവോ എന്ന ഒരായുധം, അല്പം വളഞ്ഞ കൂർത്ത മുള്ളുകളോട് കൂടിയ ഒരായുധമാണ് ഇത്. അതുപയോഗിച്ച് അദ്ദേഹം വൈ ആകൃതിയിൽ ഒരു മരത്തിന്റെ ശിഖരം മുറിച്ചെടുത്തുകൊണ്ട് പതിയെ മച്ചാനിലേക്ക് വലിഞ്ഞു കയറി അതെനിക്ക് നൽകി. ഞാനത് മച്ചാനിൽ ഉറപ്പിച്ചു വെച്ചു. എൻ്റെ 12 ബോറിന്റെ കുഴൽ അതിൽ വിശ്രമിക്കുവാനും വെച്ചു. ചുറ്റുപാടും ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്തു. മുസ്തഫ അല്ലേലും എൻ്റെ മനസ്സ് വായിക്കുവാൻ കഴിവുള്ളവനാണ്. അദ്ദേഹത്തിന് അറിയാം, ഒരു കടുവയെ ട്രാക്ക് ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയം തൻ്റെ തോക്ക് തോളിലെടുത്ത് വെച്ച് ഉന്നം പിടിച്ച് ചുറ്റുപാടും നോക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി. അത് തികച്ചും ഒരു പാടും പ്രയാസവുമുള്ള കാര്യമാണ്. ആ പ്രയാസം കുറയ്ക്കുവാൻ വേണ്ടിയാണ് എൻ്റെ സുഹൃത്തായ മുസ്തഫ എനിക്ക് വേണ്ടി ആ ഉപകാരം പറയാതെ തന്നെ ചെയ്തത്. അതിൻ്റെ അരികിൽ തന്നെ എൻ്റെ മറ്റൊരു റൈഫിൽ ഞാൻ വെച്ചു. പിന്നെ എൻ്റെ പോക്കറ്റിൽ നിറയെ തിരകൾ നിറച്ച് ലോഡ് ചെയ്ത എൻ്റെ പിസ്റ്റലും ഉണ്ടായിരുന്നു. അതിനു പുറമേ തന്നെ എൻ്റെ അരികിലെ ഒരു വലിയ പാത്രത്തിലേക്ക് അവയ്ക്ക് വേണ്ട തിരകളും ഞാൻ എടുത്തിട്ടു, മാഗസീനുകൾ. അങ്ങനെ എല്ലാം സെറ്റായി ഞാൻ എവിടെ ഇരുന്ന സമയം എൻ്റെ മനസ്സിലേക്ക് ഒരു ആശയക്കുഴപ്പം ഓടിയെത്തി.
12 ബോറിന്റെ റൈഫിൾ ഉപയോഗിച്ചാണോ അതോ എന്റെ കൈവശമുള്ള മൗൺസർ ഉപയോഗിച്ചു വേണോ ആ കടുവയെ വെടിവെച്ചു കൊല്ലുവാൻ? കുറച്ച് നിമിഷത്തേക്ക് ഞാൻ ആശയക്കുഴപ്പത്തിലായി പോയി. എന്നിട്ടും വിവേകത്തോടെ ഞാൻ ഒരു നിമിഷം കൂടി അതിനെപ്പറ്റി ചിന്തിച്ചു. 2 തോക്കുകളുടെ ഗുണങ്ങളെയും പോരായ്മകളെയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്തു. ഒടുവിൽ ഞാൻ 12 ബോർ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, 1981 ഞാൻ ആദ്യമായി കൊന്ന ആ കടുവ അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവും. അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മുസ്തഫയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുസ്തഫയാണ് എനിക്ക് എൻ്റെ റൈഫിളിൻ്റെ മുകളിൽ ആദ്യമായി ടോർച്ച് ഘടിപ്പിച്ച് തന്നതെന്ന്. ആ രാത്രി ഞാൻ ഇന്നും ഓർക്കുന്നു. അന്ന് ഒരു തണുപ്പുള്ള രാത്രിയായിരുന്നു. ഞാനും മുസ്തഫയും ഇതുപോലെ തന്നെ ഒരു വലിയ മരത്തിൽ മച്ചാനുണ്ടാക്കി അതിന്മേൽ ഇരിക്കുകയായിരുന്നു. ഉറക്കം എൻ്റെ കണ്ണുകളെ വല്ലാതെ തളർത്തി കഴിഞ്ഞിരുന്നു. എങ്കിലും ഉറങ്ങാതെ ഞാൻ അവൻ്റെ വരവിന് വേണ്ടി അങ്ങനെ കാത്തു നിന്നു. ഏത് നിമിഷവും അവൻ അവിടേക്ക് കടന്നു വന്നേക്കാം. എൻ്റെ കണ്ണുകളെ ഉറക്കം വല്ലാതെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നുവെങ്കിലും മുസ്തഫയ്ക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം ചുറ്റുപാടും തൻ്റെ കണ്ണും കാതും പ്രയോജനപ്പെടുത്തി ആ കടുവയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. തലേന്ന് രാത്രിയിലും ഞാൻ ഉറക്കം ഒഴിഞ്ഞതാണ്. രാവിലെ ആകട്ടെ എനിക്ക് ഉറങ്ങുവാനും സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണുകളെ എനിക്ക് തടുത്തു നിർത്തുവാനും ഇപ്പോൾ കഴിയാതായി. ശരീരം ഇപ്പോൾ ഒരു നല്ല വിശ്രമത്തിന് വേണ്ടി കീഴുകയാണ്. അതെനിക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. എന്നാൽ എൻ്റെ പരിമിതികളെയെല്ലാം ഞാൻ തരണം ചെയ്തുകൊണ്ട് എൻ്റെ റൈഫിൾ ഞാൻ എടുത്ത് തോളിലേക്ക് ഉയർത്തി വെച്ചു. ചുറ്റുപാടും എൻ്റെ തളർന്ന കണ്ണുകൾ കൊണ്ട് ഞാൻ ആ നരഭോജിയെ അപ്പോൾ തിരഞ്ഞു. ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അങ്ങ് അകലിൽ നിന്നും ആ കടുവ നടന്നു വന്നു. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒരു നിമിഷത്തേക്ക് ആകാംക്ഷഭരിതനായി നിന്നുപോയി. മുസ്തഫ എന്നോട് പറഞ്ഞു, സാബ്, നിങ്ങൾ തിരയുന്ന ആ നരഭോജി ദോ അവിടെ കൂടെ പമ്മി പമ്മി നടന്നു വരുന്നുണ്ട്. കുറ്റിക്കാടുകളുടെയും ഇരുട്ടിന്റെയും നിഴൽ പറ്റിയാണ് അവൻ തൻ്റെ ഇരയിലേക്ക് അടുത്തുകൊണ്ടിരുന്നത്. അധികം വൈകാതെ തന്നെ അവൻ ചുറ്റുപാടും നല്ലപോലെ നിരീക്ഷിച്ച് തൻ്റെ ഇരയ്ക്കരികിലേക്ക് എത്തുകയും അതിനെ മിച്ചം വന്ന മാംസം വീണ്ടും ആഹരിക്കുകയും ചെയ്തു. മുസ്തഫയും ഞാനും ആ നിമിഷത്തിനു വേണ്ടി കാത്തു നിന്നു. ഞങ്ങൾക്ക് മുഖാമുഖമായി നിന്ന് അവൻ ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ റൈഫിൾ എടുത്തെൻ്റെ തോളിലേക്ക് ഉയർത്തി വെച്ചു. അതിനുശേഷം അതിൽ ഘടിപ്പിച്ചിരുന്ന ലൈറ്റിൻ്റെ ഭീം അവിടെ നേരെ തെളിയിച്ചു. ശക്തമായ പ്രകാശം അവൻ്റെ കണ്ണിനെ ഒരു നിമിഷത്തേക്ക് അഞ്ചിപ്പിച്ച് കാണണം. ആ സമയം മാത്രം മതിയായിരുന്നു എനിക്ക്. എൻ്റെ റൈഫിലിൽ നിന്നും ഉയർന്ന തിര അവൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. അവൻ അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ എനിക്കുണ്ടായ അനുഭവവും സന്തോഷവും ഒന്നും പറഞ്ഞറിയിക്കുവാൻ പറ്റുന്നതിനും അപ്പുറമാണ്. സന്തോഷം കൊണ്ട് എനിക്ക് വികാരം അടക്കുവാൻ സാധിച്ചില്ല. മുസ്തഫ എന്നെ ആലിംഗനം ചെയ്തു. മുസ്തഫയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഗ്രാമത്തെ മുഴുവൻ വിറപ്പിച്ച ഈ നരഭോജി കടുവയെ അന്ന് എനിക്ക് കൊല്ലുവാൻ സാധിച്ചത്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അതിൻ്റെ പേരിലാണ് ഇന്നും മുസ്തഫ എന്നെ സഹായിക്കുന്നത്. ഞാൻ ഈ കഥ തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന്? അതെ, ഇത്രയും നല്ലൊരു പങ്കാളിയെ കിട്ടുവാൻ വളരെ പ്രയാസമാണ്. എൻ്റെ മനസ്സ് വായിച്ച് എനിക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ച് അത് ചെയ്യുന്ന ഒരു പങ്കാളിയെ കിട്ടുവാൻ വളരെ പ്രയാസമാണ്. ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയത് ഒരു സമ്പത്തായാണ് ഞാൻ ഇന്നും കരുതുന്നത്. നമുക്കിനിയും നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങിയെത്താം. പതിയെ രാത്രിയുടെ കട്ടി കൂടുവാൻ തുടങ്ങി. ഞങ്ങൾ ചുറ്റുപാടും കാതും കണ്ണും കൂർപ്പിച്ചു വെച്ച് ആ കടുവയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ സമയം അർദ്ധരാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെയായി. കടുവ മാത്രം അവിടേക്ക് എത്തിയില്ല. ഞാനും മുസ്തഫയും അടുത്ത 2 രാത്രികൾ സമാനമായ രീതിയിൽ തന്നെ ആ മച്ചാനിൽ ചിലവഴിച്ചു. ഞങ്ങൾ കെണിയായി ഒരുക്കിയ ആ കാട്ടുപന്നിയുടെ ശവശരീരം ആഹരിക്കുവാൻ വേണ്ടി അവൻ അവിടേക്ക് വരുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ 2 രാത്രികൾ കഴിഞ്ഞിട്ടും ആ ശരീരം ഭക്ഷിക്കുവാൻ വേണ്ടി ആ കടുവ അവിടേക്ക് എത്തിയില്ല. ഞങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആയി തുടങ്ങി. ക്രമേണ ഞങ്ങൾ ആ വെടിവെച്ചിട്ട ആ കാട്ടുപന്നിയുടെ ശരീരം അഴുകുവാനും ചീയുവാനും ദുർഗന്ധം വമിക്കുവാനും തുടങ്ങി. പിന്നീട് ഞങ്ങൾക്ക് ആ മച്ചാനിൽ ഇരിക്കുവാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധം കാറ്റിൽ വീശിയടിച്ചു. ഞങ്ങൾ പതിയെ ഞങ്ങളുടെ ശ്രമം അവസാനിപ്പിച്ച് മച്ചാനിൽ നിന്നും താഴെ ഇറങ്ങുകയും ഗ്രാമത്തിലേക്ക് പോകുകയും ചെയ്തു. ഞങ്ങളുടെ ശ്രമം അവസാനിപ്പിച്ച് കൃത്യം 1 ദിവസത്തിനപ്പുറം
എൻ്റെ കാതിലേക്ക് മറ്റൊരു വാർത്ത വരികയുണ്ടായി. ഗ്രാമത്തിൻ്റെ അടുത്തുള്ള കൃഷിയിടത്തിൽ നിന്നും സാമാന്യം വലിപ്പമുള്ള ഒരു കന്നുകാലിയെ ആ കടുവ പിടിച്ചു എന്ന വാർത്തയായിരുന്നു എൻ്റെ കാതുകളിലേക്ക് എത്തിയത്. പിടിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, അവനെ ഭാഗികമായി ആഹരിക്കുക കൂടി ചെയ്തു. ആ നരഭോജിയായ കടുവയെ പിടിക്കുവാൻ വേണ്ടി ഞങ്ങൾ കൃത്രിമമായി നിർമ്മിച്ച കെണി എങ്ങനെയാണ് പാളിപ്പോയതെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു. വിശക്കുമ്പോൾ ഇരയ്ക്ക് വേണ്ടി ആ നരഭോജിയായ കടുവ പുറത്തേക്കിറങ്ങും. ജീവനുള്ളവയെ അവ കൊല്ലുകയും വലിച്ചിഴച്ചുകൊണ്ട് പോകുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും ഒരു നരഭോജിയായ കടുവ കൊന്നിട്ടിരിക്കുന്ന ജീവിയെ ആഹരിക്കുവാൻ വേണ്ടി തയ്യാറാകില്ല. അതൊരു പക്ഷേ കെണിയാണെന്ന് ആ കടുവയ്ക്ക് മനസ്സിലായേക്കാം. ഇതിൽ നിന്നും ഞാനൊരു പാഠം ഉൾക്കൊണ്ടു. ഇങ്ങനത്തെ കെണികൾ ഒരിക്കലും ഒരു നരഭോജിയെ പിടിക്കുവാൻ സഹായിക്കില്ല എന്ന സത്യം. എന്തായാലും ഞങ്ങളുടെ പഴയ ശ്രമം അവസാനിപ്പിച്ച് അവൻ പിടിച്ചുകൊണ്ടുപോയ കാളയുടെ പുറകെ പോകുവാൻ തന്നെ തീരുമാനിച്ചു. ട്രാക്കുകളെയെല്ലാം പിൻപറ്റിക്കൊണ്ട് അവൻ പിടിച്ചിട്ട കാളയുടെ അരികിലേക്ക് ഞങ്ങൾ ചെന്നു. പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ നിന്നും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ പിടിച്ചിട്ട കാളയുടെ പിൻകാലുകളിൽ നിന്നും വലിയൊരു കഷ്ണം മാംസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെയും വീണ്ടും 1981 മുൻ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഓർത്തു. കാളയുടെ ജഡത്തിൻ്റെ ബാക്കി ഭാഗം തിന്നുവാൻ വേണ്ടി അല്ലെങ്കിൽ ആഹരിക്കുവാൻ വേണ്ടി നരഭോജിയായ കടുവകൾ എപ്പോഴും തിരഞ്ഞെടുക്കുക സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമാണ്. ഇതെൻ്റെ മുൻ വേട്ട അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അവൻ പിടിച്ചിട്ട കാളയുടെ ശരീരം കിടക്കുന്ന ഭാഗം മുഴുവൻ ഞാനൊന്ന് പരിശോധിച്ചു. അതിനുശേഷം എനിക്ക് അവനെ പിടിക്കുവാൻ വേണ്ടി മച്ചാൻ കെട്ടുവാൻ പാകത്തിനുള്ള മരങ്ങൾ എവിടെ ഉണ്ടെന്ന് തിരഞ്ഞു. അങ്ങനെ അവസാനം ഞാനൊരു മരം കണ്ടെത്തുകയും എൻ്റെ കൂടെയുണ്ടായിരുന്ന ഗാർഡുകളോട് അവിടെ ഒരു മച്ചാൻ എനിക്കായി തയ്യാറാക്കാൻ ഞാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ആജ്ഞാപന പ്രകാരം ഫോറസ്റ്റ് ഗാർഡുകൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയ മച്ചാൻ തയ്യാറാക്കി. ഞാനും മുസ്തഫയും ഒരു കയർ ഗോവണി വഴി മുകളിലേക്ക് കയറി. പഴയ പോലെ തന്നെ ഇക്കുറിയും എൻ്റെ 3 തോക്കുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. വീണ്ടും പഴയ പോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം ഞാനും അയാളും ആ കടുവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങി. സമയം പതിയെ മുന്നിലേക്ക് നീങ്ങി. കൃത്യമായി പറഞ്ഞാൽ അത്രയും സമയം ഞങ്ങൾ ശരിക്കും ബോറടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്തഫയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അപ്പോൾ സമയം ഏകദേശം 10-15 കാണും. അദ്ദേഹത്തിന് ഞങ്ങളെ കൂടാതെ മറ്റേതോ ഒരു ജീവിയുടെ സാന്നിധ്യം മനസ്സിലായതുപോലെ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന 5 സെല്ലിൻ്റെ ടോർച്ച് മുറുക്കി പിടിച്ചു. എന്നെ ഒന്ന് നോക്കി എനിക്കൊരു സിഗ്നൽ നൽകി. അപ്പോൾ ഞാനും അത് കേട്ടു. ഏതോ ഒരു ജീവി അല്ലെങ്കിൽ മാംസഭോജി നേരത്തെ പിടിച്ചിട്ടിരിക്കുന്ന ആ കന്നുകാലിയുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം മാംസം കടിച്ചു വലിച്ചു കീറുന്ന ശബ്ദം വ്യക്തമായി തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. മുസ്തഫ തൻ്റെ കൈവശം കൊണ്ടുവന്ന ആ 5 സെല്ലിൻ്റെ ടോർച്ച് ആ കാളയുടെ ജഡം കിടക്കുന്ന ഭാഗത്തേക്ക് തെളിച്ചു. ഞാനും എൻ്റെ 12 ബോർ റൈഫിലിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിരുന്ന ടോർച്ചും ഒരേ സമയം തന്നെ അവിടേക്ക് തെളിച്ചു. ഞങ്ങൾ ഇരുവരുടെയും ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ഞാൻ വളരെ വ്യക്തമായി തന്നെ കണ്ടു ആ കാളയുടെ ജഡത്തിന് മുകളിലെ 2 തിളങ്ങുന്ന മഞ്ഞ കണ്ണുകൾ. അത്രയും മാത്രം മതിയായിരുന്നു എനിക്ക്. 1 ഇഞ്ച് ലക്ഷ്യമാക്കി എന്നുവെച്ചാൽ ഞാൻ ആ കണ്ട സമയം കൊണ്ട് ആ കടുവയുടെ നെഞ്ചിൻ്റെ ഭാഗം എൻ്റെ മനസ്സിൽ കാണുകയും അത് രേഖപ്പെടുത്തുകയും അവിടേക്ക് എൻ്റെ റൈഫിൽ ചൂണ്ടുകയും ചെയ്തു. പിന്നെ ഒട്ടും സമയം ഞാൻ പാഴാക്കിയില്ല. എൻ്റെ 12 ബോർ റൈഫിലിൻ്റെ കാഞ്ചി ഞാൻ വലിച്ചു. അവൻ്റെ ഗർജനം ആ വനമേഖലയാകെ ഒന്നുകൂടി വിറപ്പിച്ചു. ഒരു ബീരങ്കിയുടെ ഷെൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ അതേ ധ്വനി തന്നെയായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായത്. അതിൻ്റെ ഉത്തരം വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം എൻ്റെ തിര ലക്ഷ്യം കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. തിര തറച്ചു കയറിയപ്പോൾ ആ കടുവയുടെ ദയനീയമായ ഗർജനം അവിടെ അലയൊലി തീർത്തിരുന്നു. 1981 ഞാൻ എൻ്റെ ആദ്യ നരഭോജിയായ കടുവയ്ക്ക് നേരെ വെടിയുതിർത്തപ്പോഴും ഇതുപോലെ തന്നെ വിചിത്രവും ദയനീയവുമായ ഗർജനം ഞാൻ അവിടെയും കേട്ടിരുന്നു. ആ കടുവയുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ട ആ രോദഗർജനത്തിൽ നിന്ന് തന്നെ കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ തിര ആ കടുവയെ മാർഗമായ രീതിയിൽ തന്നെ മുറിവേൽപ്പിച്ചു എന്ന്. ആ കടുവയെ ഇപ്പോൾ ആ വേദന ഭ്രാന്തു പിടിപ്പിച്ചു. ഭ്രാന്തു പിടിപ്പിച്ചവനെ പോലെ അവൻ മുരളുകയും ഗർജിക്കുകയും എല്ലാം ചെയ്യുകയാണ്. അവൻ്റെ ആ പിടച്ചിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടി
ഞാൻ എൻ്റെ റൈഫിൽ അവന് നേരെ വീണ്ടും ചൂണ്ടി. എന്നാൽ എനിക്ക് കാഞ്ചി വലിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തോക്ക് സ്റ്റക്കായിരിക്കുന്നു. ആദ്യം വെച്ച വെടിയുടെ ഷെല്ല് അതിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കടുവയ്ക്ക് നേരെ വെടിയുതിർക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ റൈഫിലിൻ്റെ ഹാമർ ഒന്നുകൂടി വലിക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് പഴയ ഷെല്ല് അവിടെ നിന്നും തെറിച്ചു പോയത്. എന്നാൽ അപ്പോഴേക്കും ഞാൻ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്ന കടുവ അവിടെ നിന്നും ദൂരേക്ക് എവിടെയോ ഓടി മറഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം അവൻ അങ്ങ് ദൂരേക്ക് ഓടി അകലുമ്പോഴും അവൻ്റെ ഗർജനം, മുരൾച്ച എന്നിവ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മുസ്തഫയും ഞാനും ആ വെടിയേറ്റ കടുവയുടെ പിന്നാലെ പോകുവാൻ തയ്യാറായില്ല. കാരണം വെടിയേറ്റ മൃഗം അത്യധികം അപകടകാരിയാണ്. മുസ്തഫ എന്നെ ഒന്ന് നോക്കി, ഞാൻ മുസ്തഫയും നോക്കി. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് ആശയം കൈമാറി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഒരു പക്ഷേ തന്നെ വെടിവെച്ച അല്ലെങ്കിൽ തന്നെ ദേഹോപദ്രവം ചെയ്ത മനുഷ്യനെ ആക്രമിക്കുവാൻ അവൻ ഒരിക്കൽ കൂടി ഇവിടേക്ക് മടങ്ങിയെത്തിയേക്കാം. ഞങ്ങൾ അങ്ങനെ അവന് വേണ്ടി കാത്തിരുന്നു ആ മച്ചാനിൽ. നേരം പുലർന്നിട്ടും ആ കടുവ അവിടേക്ക് വന്നിരുന്നില്ല. നേരം പുലർന്നപ്പോൾ ഞാനും മുസ്തഫയും ഒടുവിൽ മച്ചാനിൽ നിന്നും താഴെ ഇറങ്ങുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പതിയെ താഴേക്ക് ഇറങ്ങി. നമ്മൾ മുന്നേ പറഞ്ഞ ആ ഫാമിൻ്റെ ഉടമകളും കുറച്ച് ഗ്രാമീണരും പിന്നെ നമ്മളെ മച്ചാൻ കെട്ടാൻ സഹായിച്ച ഫോറസ്റ്റ് ഗാർഡുകളും അവിടേക്ക് എത്തിയിരുന്നു. തലേന്ന് അവർ വെടിവെച്ച കേട്ടുവെന്നും എന്താണ് സംഭവിച്ചതെന്നും അറിയാനുള്ള തിടുക്കത്തിലും ആകാംക്ഷയിലുമായിരുന്നു അവർ അവിടേക്ക് എത്തിയത്. ഞങ്ങൾ പതിയെ ആ കടുവ നേരത്തെ പിടിച്ചിട്ട് ഭാഗ്യമായി ഭക്ഷിച്ച ആ കന്നുകാലിയുടെ അരികിലേക്ക് നടന്നു. ആ കന്നുകാലിയുടെ അരികിൽ നിന്നും ഏകദേശം 30 മീറ്റർ അകലെയുള്ള ഒരു കുഴിയിലേക്ക് ഒരു രക്തപാത കടന്നു പോകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ പതിയെ ആ ട്രാക്ക് പിൻപറ്റി ആ കുഴിയുടെ അരികിലേക്ക് എത്തി. അതൊരു കിടങ്ങായിരുന്നു. ആ കിടങ്ങിൻ്റെ അടിയിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ കണ്ടു ചോര വാർന്നൊഴുകി കിടക്കുന്ന അനക്കമില്ലാത്ത ഒരു കടുവയുടെ ശരീരത്തെ. കൃത്യമായി തന്നെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് ആ തീരെ തറച്ചു കയറിയതും അവിടെ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നതും. കൃത്യമായി പറഞ്ഞാൽ നിറയൊഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കൂടെ അവിടേക്ക് വന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷമായി. അവരെന്നെ കെട്ടിപ്പിടിക്കുകയും ആഹ്ലാദ നൃത്തം വയ്ക്കുകയും ചെയ്തു. ചാത്പായ് വനമേഖലയിലെ ഗ്രാമീണനെയും ആളുകളെയും ആക്രമിച്ചുകൊണ്ടിരുന്ന നരഭോജിയായ കടുവയുടെ കഥ ഇവിടെ തീർന്നിരിക്കുന്നു. ഞാൻ ആ കടുവയെ ഒന്ന് വ്യക്തമായി പരിശോധിച്ചു. ആ പരിശോധനയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പ്രായാധിക്യമാണ് ഈ കടുവയെ ഒരു നരഭോജിയാക്കി തീർത്തതെന്നാണ്. കാരണം അവൻ്റെ കൈകളിലെ നഖങ്ങൾ പലതും ഒടിഞ്ഞിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിലെ ലഭ്യമായിരിക്കുന്ന കാട്ടുപന്നിയെയും മാനുകളെയും ഒന്നും ഓടിച്ച് വേട്ടയാടുവാൻ അവന് സാധിക്കില്ല. താരതമ്യേന അവനേക്കാൾ അശക്തനായ മനുഷ്യരെ മാത്രമാണ് അവൻ ഇരയാക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവർ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ. അങ്ങനെ 1988 ഞാൻ എൻ്റെ 2ാമത്തെ നരഭോജിയായ കടുവയും വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഞാൻ നമ്മുടെ കഥയുടെ ഇടയിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ അത്രയ്ക്കും വലിയ കേമനായ ഒരു വേട്ടക്കാരനൊന്നുമല്ല. മത്സരം വരുന്നത് ഒരു മൃഗവും മനുഷ്യനും തമ്മിലാണ്. മൃഗത്തിന് അവൻ്റെ ജീവൻ രക്ഷിച്ചേ മതിയാകുകയുള്ളൂ, എന്നാൽ മനുഷ്യർക്ക് അവൻ്റെ ജീവൻ എടുത്തേ മതിയാകുകയുള്ളൂ. ഞാൻ കഥയ്ക്കിടയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് വിജയഗാഥ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, നിരവധി പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.